അസ്സലാമു അലൈക്കും. അന്ന് നാട്ടിലെ വലിയ സമ്പന്നൻ്റെ മകളുടെ വിവാഹമായിരുന്നു. അപ്പോൾ എല്ലാവരെയും അദ്ദേഹം ക്ഷണിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം ആ കൂട്ടത്തിൽ വലിയൊരു പണ്ഡിതനെ ക്ഷണിച്ചിരുന്നു. ആ പണ്ഡിതൻ വന്നു. അപ്പോൾ ആ പണ്ഡിതനോട് അയാൾ ബഹുമാനാർത്ഥം പറഞ്ഞു, നിങ്ങൾ വന്നതിൽ വലിയ സന്തോഷമുണ്ട്. അങ്ങ് സ്റ്റേജിൽ കയറി എന്തെങ്കിലും 2 വാക്ക് സംസാരിക്കണം. അദ്ദേഹം 4 ഭാഗം നോക്കി. 4 ഭാഗം നോക്കുന്ന സമയത്ത് എല്ലാവരും വിവാഹത്തിൻ്റെ സന്തോഷത്തിൻ്റെ ദിവസത്തിലാണ്. അതേപോലെ ഭക്ഷണം കഴിക്കുന്ന സമയത്താണുള്ളത്. അദ്ദേഹം ചിന്തിച്ചു, ഈ സമയത്ത് ഞാൻ എന്താ ഇവരോട് പറയാം? കാരണം ഇവർ ഭക്ഷണത്തിൻ്റെ തിരക്കിലാണ്. ഈ സമയത്ത് ഞാൻ ആത്മീയമായി എന്തൊരു ഉത്ബോധനമാണ് അവർക്ക് നൽകുക? ഈ സമയത്ത് ഞാൻ സംസാരിക്കേണ്ടതില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷേ ഈ ഈ വ്യക്തി അദ്ദേഹം വിട്ടില്ല. അദ്ദേഹം പറഞ്ഞു, എന്തെങ്കിലും ഒന്ന് അങ്ങ് ഏതായാലും വന്നല്ലോ, നിങ്ങൾ 2 വാക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ നിർബന്ധിച്ചു. അങ്ങനെ ഈ പണ്ഡിതൻ സ്റ്റേജിലേക്ക് കയറി. എന്നിട്ട് ജനങ്ങളോട് പറഞ്ഞു, അഭിമുഖമായി നിന്നുകൊണ്ട് പറഞ്ഞു, ആളുകളോട് പറഞ്ഞു, നിങ്ങളെല്ലാവരും സന്തോഷത്തിലാണ്, പക്ഷേ നിങ്ങൾ സമാധാനത്തിലല്ല. നിങ്ങൾക്ക് സമാധാനം നൽകുന്ന 3 കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം എന്ന് പറഞ്ഞ് അദ്ദേഹം സംസാരം തുടങ്ങി. അപ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ അദ്ദേഹത്തിലേക്ക് പതിഞ്ഞു. സന്തോഷത്തിലാണ്, കാര്യം ശരിയാണ്. നമുക്കറിയാം, നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ ലഭിക്കുന്ന സമയത്ത് നമുക്ക് സന്തോഷം ഉണ്ടാകും. നല്ലൊരു വസ്ത്രം ധരിച്ചാൽ, നല്ലൊരു വസ്ത്രം ധരിച്ചാൽ, നല്ല വാഹനമാകട്ടെ, വീടാകട്ടെ, മകളാകട്ടെ, ഭാര്യയാകട്ടെ, സന്താനങ്ങളാകട്ടെ, കുടുംബമാകട്ടെ, എല്ലാം ചിലപ്പോൾ സന്തോഷം നമുക്ക് നൽകാറുണ്ട്. ചെറിയ ചെറിയ കാഴ്ചകൾ, പ്രകൃതിയിലെ കാഴ്ചകൾ നമുക്ക് സന്തോഷം നൽകാറുണ്ട്. അതേപോലെ പലതും നമുക്ക് സന്തോഷം, നല്ലൊരു ഭക്ഷണം ലഭിച്ചാൽ നമുക്ക് സന്തോഷം ഉണ്ടാകാറുണ്ട്. പക്ഷെ സമാധാനം എന്നത് ഇവിടെ പലപ്പോഴും പലർക്കും സമാധാനമില്ല. പലർക്കും ഇതെല്ലാ സൗകര്യങ്ങളുണ്ടായിട്ടും, ഇന്ന് ഇഷ്ടം പോലെ സൗകര്യങ്ങളും ആഡംബരമായ ഒരുപാട് സൗകര്യങ്ങൾ നമുക്കുണ്ട്, എന്നിട്ടും സമാധാനമില്ല. മനസ്സിനൊരു സമാധാനമില്ല. എന്തോ ഒരു അസ്വസ്ഥത, കടന്നാൽ ഉറക്കം വരാത്ത അവസ്ഥ പലർക്കും. സമ്പത്തുണ്ടോ? സമ്പത്തിന് ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. ശാരീരികമായി ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. എന്നാലും മനസ്സിനൊരു സമാധാനമില്ലാത്ത ഒരവസ്ഥ. അതുണ്ടാകുന്ന ഒരു 2-3 കാര്യങ്ങളാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഇന്ന്. എത്ര വലിയ ആളുകളാണെങ്കിലും ചെറിയ ആളുകളാണെങ്കിലും ഉള്ളത് കൊണ്ട് നമുക്ക് തൃപ്തി അടയുക എന്ന ഒന്നാമത്തെ കാര്യം. പലർക്കും പലതും വലിയ വലിയ സ്വപ്നങ്ങളുണ്ട്. തൻ്റെ എടുത്താൽ പൊന്താത്തത്ര എത്ര സാധാരണ ആളുകളോട് ചോദിക്കുമ്പോൾ അവൻ ആഗ്രഹിക്കുന്നത് വലിയ ആഗ്രഹമാണ്. വലിയ BMW പോലത്തെ വലിയ വാഹനം വേണം, ഐഫോണിൻ്റെ ഏറ്റവും പുതിയ വെർഷൻ വേണം. പക്ഷേ അതിനു വേണ്ടി താങ്കൾ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ അത് ആഗ്രഹമുണ്ട്. അപ്പോൾ ഇല്ലാത്ത ഒരു വലിയ ആഗ്രഹത്തിൻ്റെ പിന്നാലെ പോയിട്ട് ഭയങ്കര ടെൻഷൻ ലഭിക്കാത്തതിൻ്റെ പേരിൽ അങ്ങനെയുള്ള ആളുകളെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഉള്ളത് കൊണ്ട് തൃപ്തി അണയാത്തിടത്തോളം നമുക്ക് മനസ്സിനൊരു സമാധാനം ലഭിക്കില്ല. അതേപോലെ നമുക്കിതെല്ലാം നൽകിയത്, ഈ പ്രകൃതി എല്ലാം കിട്ടിയത്, നമ്മുടെ കുടുംബമാകട്ടെ, ഭാര്യയാകട്ടെ, മക്കളാകട്ടെ, കുടുംബമാകട്ടെ, സ്വത്താകട്ടെ, സൗകര്യങ്ങളാകട്ടെ, എല്ലാം ലഭിച്ചത് നമുക്ക് നമ്മുടെ കഴിവ് കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒന്നും മാത്രമല്ല. പക്ഷേ ദൈവത്തിൻ്റെ ഒരു വിധി എന്ന രീതിയിൽ ദൈവം നമുക്ക് നൽകിയതാണ്. ദൈവം നൽകുന്നതെല്ലാം നമുക്ക് ആവശ്യമായത് മാത്രമാണ്. നമുക്ക് ഏറ്റവും അനുയോജ്യമായതാണെന്ന് വിശ്വസിക്കാൻ നമുക്ക് സാധിക്കണം. എങ്കിൽ അവിടെ ഒരു സമാധാനം, ശാന്തിയും സന്തോഷവും ഉണ്ടാകും. നല്ലൊരു സമാധാനം ഉണ്ടാകും, യാതൊരു സംശയവുമില്ല. ചില ആളുകൾ കാണുന്നില്ല, കുട്ടികൾ ഉണ്ടായിട്ടും ആൺകുട്ടി ഇല്ലാത്തതിൻ്റെ വിഷമം, പെൺകുട്ടി ഉണ്ടായിട്ടും ആൺകുട്ടി ഇല്ലാത്തതിൻ്റെ വിഷമം, പെൺകുട്ടിയുണ്ട് ആൺകുട്ടിയില്ല, അങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ നല്ല ഭാര്യയുണ്ട്, സൗകര്യങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ അതല്ല ഞാൻ ഉദ്ദേശിച്ചത്ര എൻ്റെ ജീവിതത്തിൽ കിട്ടിയില്ല. അങ്ങനെ ഒരു ടെൻഷൻ, അങ്ങനെ സാമ്പത്തികമായിട്ട് ടെൻഷൻ. ഇന്ന് പണ്ടൊക്കെ ഒരു വസ്ത്രം തന്നെ നമ്മൾ അലക്കി ഇടാറായിരുന്നു പതിവ്. ഇന്ന് മാറി ഇടുക. എന്നിട്ടും അവന് ടെൻഷൻ. പുതിയ വസ്ത്രങ്ങൾ ഇങ്ങനെ ഈ നെറ്റിലിങ്ങനെ കാണുന്നുണ്ട്, നോക്കുമ്പോൾ സെർച്ച് ചെയ്യുമ്പോൾ അതൊക്കെ വാങ്ങാൻ പറ്റുന്നില്ല. പുതിയ വസ്ത്രങ്ങൾ, പുതിയ സൗകര്യങ്ങളൊന്നും വാങ്ങാൻ പറ്റാത്തതിൻ്റെ ടെൻഷൻ. നമുക്കുള്ളത് കൊണ്ട് തൃപ്തിയും സമാധാനം അടിയുക എന്നത് മാറിയിരിക്കുന്നു മനുഷ്യൻ. അതുകൊണ്ട് സമാധാനം നമുക്കില്ലാതാകുന്നു. ഉള്ളത് കൊണ്ട് തൃപ്തി അടിയുക പൂർണ്ണം. ചെറിയൊരു റൊട്ടി, ഒരു കഷ്ണം കുബൂസും ഒരു ഗ്ലാസ് വെള്ളമാണ് ഇന്ന് രാത്രി കഴിക്കാറുള്ളത്. എങ്കിലും അതുണ്ടല്ലോ, അതില്ലാത്തവർ എത്രയോ ആളുകളുണ്ട് എന്ന് ആലോചിച്ചുകൊണ്ട് സന്തോഷത്തോടെ സമാധാനത്തോടെ കഴിക്കാൻ നമുക്ക് സാധിക്കണം. അതുപോലെ ഉള്ളത് കൊണ്ട് തൃപ്തി അടഞ്ഞാൽ ഇല്ലാത്തതിനെക്കുറിച്ചുള്ള ആകുലത നമുക്ക് ഒഴിവാകും. അതേപോലെ വലിയ ടെൻഷനുകൾ നമുക്ക് മാറും. അതേപോലെ 2ാമത്തെ വിഷയം, നമുക്ക് വിട്ടുവീഴ്ച മനോഭാവം വേണം പലതിനോടും. ചില ആളുകൾ കാണുന്നില്ല, തൻ്റെ കുടുംബത്തിലാകട്ടെ, ഭാര്യയോടാകട്ടെ, മക്കളോടാകട്ടെ ഭയങ്കര ഒരു കടുംപിടുത്തം പിടിക്കുന്ന അവസ്ഥ. അതുണ്ടാകരുത്. ജനങ്ങളോട് നിങ്ങൾക്ക് വിട്ടുവീഴ്ച കാണിക്കുക. ഹസിബു കപിലാസിബ് എന്ന് ഉമറുള്ളാൻ്റെ വാക്കുകൾ കാണാൻ പറ്റും. അവർ വിട്ടുകൊടുക്കുക. അതേപോലെ നിങ്ങളവരെ കണിശമായി വിചാരണ ചെയ്യാതിരിക്കുക. എങ്കിൽ നിങ്ങളെ കണിശമായി അല്ലാഹു സുബ്ഹാനഹു വ തആല വിചാരണ ചെയ്യും. അതേപോലെ ഒരു വിട്ടുവീഴ്ച മനോഭാവം, നമ്മളുടെ ദേഷ്യവും വിദ്വേഷവും വെറുപ്പ്, പക ഇതൊന്നും കൊണ്ട് നടക്കാതിരിക്കുക. ചില ആളുകൾക്ക് ഒരു പറഞ്ഞ വാക്കായിരിക്കും, ഒരു ചെയ്തൊരു പ്രവൃത്തിയായിരിക്കും, അത് കാലങ്ങളോളം കൊണ്ടുവരുന്ന ടെൻഷനായിരിക്കും. ഇവിടെ സംഭവിക്കുന്ന എന്താണ്? ശാസ്ത്രീയമായിട്ട് പറഞ്ഞാൽ ഇവിടെ പറഞ്ഞ വ്യക്തി പറഞ്ഞിട്ട് പോയി കഴിഞ്ഞു. നമ്മൾ അതിൻ്റെ ആ ഭാരം പേരിക്കൊണ്ട് ദിനം പ്രതി വേദനിക്കുകയാണ്. അപ്പോൾ അത് ഓരോ പ്രാവശ്യം നമ്മൾ ആലോചിക്കുമ്പോൾ ആ സംഭവമാകട്ടെ, ആ വാക്കാകട്ടെ, അവൻ പറഞ്ഞതാകട്ടെ, നമ്മൾ എന്താണോ വേദനിപ്പിച്ചത് അത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ആലോചിക്കുമ്പോൾ ഈ നമ്മുടെ മെമ്മറിക്ക് അറിയില്ല, ഇത് പുതിയത് നടക്കുന്നതെന്ന് അറിയില്ല, അല്ല പഴയത് ചിന്തിക്കുന്നതെന്ന് അറിയില്ല. അത് നടക്കുന്ന പോലെയാണ് ശരീരത്തിൽ പ്രവർത്തിക്കുക.
ഞാൻ പറഞ്ഞാൽ മനസ്സിലായി എന്ന് വിചാരിക്കും. അത് കൂടുതൽ വിശദമായി എനിക്ക് പറഞ്ഞു തരാൻ കഴിയില്ല. കാരണം നിങ്ങളത് വിട്ട് കളയുക. അത് വീണ്ടും വീണ്ടും ആലോചിക്കുമ്പോൾ, ചിന്തിച്ച് നടക്കുമ്പോൾ നമ്മളാണ് വേദനിക്കുന്നത്, നമ്മളാണ് പ്രയാസപ്പെടുന്നത് നമ്മൾ ചിന്തിക്കുക. അതുപോലെ മറ്റുള്ളവർക്കും വിട്ടുവീഴ്ച കാണിക്കുക, അവരോട് സ്നേഹവും അനുകമ്പയും ലാളിനൊക്കെ കൊണ്ട് നടക്കുക. അതുപോലെ ഈ നല്ല ഡിപ്രഷൻ, നല്ല ടെൻഷനിലൊക്കെ ആളുകൾ കൂടുതൽ സമയം കുട്ടികളുടെ കൂടെയും മൃഗങ്ങളുടെ കൂടെയൊക്കെ സമയം ചെലവഴിക്കുക. ചെറിയ ചെറിയ കാര്യങ്ങളിൽ സമാധാനം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുക. അതേപോലെ നമ്മുടെ കൈവിൽ പെടാത്ത കാര്യങ്ങൾ അത് വിട്ട് കളയുക. കാരണം നമ്മൾ 100% ഇപ്പോൾ ചൈനീസ് ജപ്പാനീസ് തന്ത്രത്തെക്കുറിച്ച് പറയുന്നിടത്ത് വായിക്കുന്നിടത്ത് കാണാൻ വേണ്ടി സാധിക്കും. അവർ ഈ ഒരു ഭാഗത്ത് ഇവിടെ ഇത് നടക്കുന്നുണ്ട്, ഒരു ഭാഗത്ത് വലിയ ഭൂകമ്പം നടക്കുന്നുണ്ടെങ്കിൽ പോലും മറുഭാഗത്ത് കുറച്ച് ആളുകൾ ജോലി ചെയ്യുകയാണെങ്കിൽ അവർ ആ പ്രവൃത്തി അങ്ങനെ ചെയ്തുകൊണ്ടേ ഉണ്ടാവും. അത്രേ എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവർ പറയാം, പൂർണ്ണമായി നമ്മുടെ അധീനത്തിലല്ലാത്ത നമ്മൾ വിട്ട് കളയുക. നമുക്കതിലൊന്നും ചെയ്യാൻ കഴിയില്ല. പ്രകൃതി നമുക്കെന്ത് പറ്റും? ആര് മുഖ്യമന്ത്രിയാവും? ഭയങ്കര ടെൻഷൻ, ആരാവും മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ വീഡിയോ ചെയ്യും, അത് വേറെ വിഷയം. മറിച്ച് മനസ്സിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്നില്ല, വലിയ സ്ഥാനം വെക്കുന്നില്ല. ആ മുഖ്യമന്ത്രി ആരാവും, ഭയങ്കര ടെൻഷൻ. അതനുസരിച്ച് അത് വിചാരിച്ചിട്ട് കുറേ ആൾ ഉറങ്ങിയിട്ടില്ല, അതറിയോ നിങ്ങൾക്ക്? അങ്ങനെ ടെൻഷനാക്കണ്ട. നമുക്കെന്ത് ചെയ്യാം? നമ്മളെ പോലെ സാധാരണ ആളുകൾക്ക് ആ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വിട്ട് കളയാം. വരുന്നാൾ വരട്ടെ, നടക്കട്ടെ. അതുപോലെ പ്രകൃതി ദുരന്തങ്ങൾ, അതുപോലെ ഒരുപാട് സംഭവങ്ങൾ, ഒരു ആക്സിഡൻറ്റുകൾ നടക്കുന്ന നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന പല സംഭവങ്ങൾ നമുക്ക് നമ്മുടെ അധീനത്തിൽ പെടാത്തത് അത് വിട്ട് കളയുക. അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്യുക, അതിൽ നമ്മൾ ഫോക്കസ് ചെയ്യുക. പുതിയ കാര്യങ്ങൾ പഠിക്കാനും ഇതാക്കാനൊക്കെ സമയം കണ്ടെത്തുക. സമാധാനത്തോടെ സന്തോഷത്തോടെ നമുക്ക് ജീവിച്ചു പോകാൻ നമുക്ക് സാധിക്കട്ടെ.